എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന വചനം ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നാണ്. ഇയ്യോബിന്റെ പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായത്തിലോട്ടൊന്ന് വന്നാട്ട്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം. പഴയ നിയമത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. സങ്കീർത്തനത്തിന് ഇയ്യോബ് സങ്കീർത്തനം. അപ്പൊ പഴയ നിയമത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകം ഏതാണെന്ന് അറിയാമോ? ഏറ്റവും ആദ്യം എഴുതിയെന്ന് വിചാരിക്കപ്പെടുന്ന പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണ്. ഇയ്യോബിന്റെ പുസ്തകം ഒരു പദ്യ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഒരാളിന്റെ കഥ, ദൈവഭക്തനായ ഒരു മനുഷ്യന്റെ കഥ ഇതിനകത്ത് എഴുതിയിരിക്കുക. കിട്ടിയോ? 505-ാമത്തെ പേജാണ്. പഴയ നിയമത്തിൽ 505-ാമത്തെ പേജ്. അപ്പോൾ ഇയ്യോബിന്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ സാധാരണ നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ദോഷകരമായ കാര്യങ്ങൾ നല്ല മനുഷ്യർക്ക് വന്ന് ഭവിക്കുന്നു? നമ്മളവരോട് ചിന്തിക്കത്തില്ലയോ? ഇന്നിന്ന ആളുകൾ നല്ലതായിട്ട് ജീവിച്ചിട്ടും എന്തുകൊണ്ട് ഇന്നിന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നു? ആ ചോദ്യത്തിന് ഉത്തരം തരുന്ന ഒരു പുസ്തകമാണ് ഈ ഇയ്യോബിന്റെ പുസ്തകം. അതിന്റെ 1-ാമത്തെ അധ്യായം നോക്കേണ്ട. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനുമായിരുന്നു. ഇതുപോലെ ഒരു ചരിത്രം നിങ്ങൾ എവിടെയെങ്കിലും ആരുടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? എത്ര നല്ല ക്വാളിറ്റീസ് അവിടെ പറയുന്നത്. അവൻ നിഷ്കളങ്കൻ, യാതൊരു കളങ്കവും അവന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. നേരുള്ളവനാണ്, കള്ളം പറയത്തില്ല. അവൻ നേര് മാത്രം സംസാരിക്കുന്ന മനുഷ്യനാണ്, നേരുള്ളവനാണ്, ദൈവഭക്തനാണ്. പിന്നെന്താണ്? ദോഷം എന്ന് പറയുന്നൊരു കാര്യം കണ്ടു കഴിഞ്ഞ് എന്ത് ചെയ്യും? അതിനോട് അടുക്കാതെ ദോഷവുമായിട്ട് യാതൊരു പങ്കും കൂടെ അറിയാമോ വിട്ട് അകന്നു ജീവിക്കുന്ന ഒരു ദൈവഭക്തനായ വിശുദ്ധനായ പ്രാർത്ഥനയുള്ള ഒരു നല്ല മനുഷ്യനാണ് ആര്? ഇയ്യോബ്. ഇതിനേക്കാൾ ഒരു നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനെ ഈ ലോകത്ത് നമുക്ക് ഇനി കാണത്തേയില്ല. അത്രമാത്രം നല്ല മനുഷ്യനാണ് ഇയ്യോബ്. ഇനി അവന്റെ അവസ്ഥ നോക്കിക്കാട്ട് അവൻ 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. അപ്പൊ പുത്രസമ്പത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്, ഇല്ലേ? അപ്പോൾ കുറവായിട്ടൊന്നുമില്ല. 10 മക്കള്, 7 പുത്രന്മാരും അതിസുന്ദരികളായ 3 പുത്രിമാരും ഉണ്ടായിരുന്നു. ഇനി അടുത്ത വാക്യം നോക്കിക്കാട്ട് അവന്റെ സമ്പത്ത്, അവൻ മഹാസമ്പന്നനായിരുന്നു. അവൻ 7000 ആടും 3000 ഒട്ടകവും 500 ഏർകാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ ദിഗ്വാസികളിലും മഹാനായിരുന്നു. നിങ്ങൾ ഓർത്ത് നോക്കിയാട്ട് ഇന്ന് നമ്മൾ വിചാരിക്കുന്ന ഏറ്റവും വലിയ സമ്പന്നനായ ഒരു ബിസിനസ്സുകാരൻ. അപ്പോൾ അന്നത്തെ കാലത്തെ ഒരാളിന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആടും മാടും കഴുതയൊക്കെയാണ്, ഇല്ലയോ? അക്കാലത്തിൽ ഒരു കുറവുമില്ലായിരുന്നു. 7000 ആടും 3000 ഒട്ടകവും 500 ഏർകാള എന്ന് പറഞ്ഞാൽ 1000 കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ധാരാളം ദാസിദാസന്മാരും ഉണ്ടായിരുന്നു. അവൻ മഹാധനികനായിരുന്നു. എല്ലാ ഈസ്റ്റേൺ, ആ കിഴക്ക് ദേശത്തിലുള്ള സകല ആളുകളെക്കാളും മഹാസമ്പന്നനുമായിരുന്നു. അപ്പൊ സമ്പന്നന്മാർക്കും ഭക്തന്മാരായിട്ട് ജീവിക്കാൻ കഴിയുമില്ലേ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു ചോദ്യം ചോദിച്ചു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒരൊട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. അതിന്റെ അർത്ഥം ധനവാന്മാര് സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ല. നോക്ക്, ഈ മനുഷ്യൻ നോക്കിക്കാട്ട് ഇത്രമാത്രം മഹാസമ്പന്നനും അനുഗ്രഹിക്കപ്പെട്ടവനുമായിരുന്നിട്ടും അവൻ നിഷ്കളങ്കനായിരുന്നു, അവൻ നേരുള്ളവനായിരുന്നു, അവൻ ദൈവഭക്തനായിരുന്നു, അവൻ ദോഷം വിട്ട് അകലുന്നവനുമായിരുന്നു. സ്തോത്രം! എത്ര നല്ല സ്വഭാവമല്ലേ? ഒരു ദൈവ പൈതലിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ഗുണങ്ങളാണ് അവിടെ കാണുന്നത്. ആ ദൈവത്തിന്റെ മഹാ ഐശ്വര്യവും സമ്പത്തും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവനെല്ലാവരേക്കാളും മഹാനായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നിട്ടും അവൻ ആരായിരുന്നു? ഒരു മഹാഭക്തനായിട്ട് ജീവിച്ച മനുഷ്യനാണ്. ഇനി നോക്കിയാൽ അടുത്ത വാക്യം, അവന്റെ പുത്രന്മാർ ഓരോരുത്തരും താന്താന്റെ ദിവസത്തിൽ താന്താന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിക്കുകയും ചെയ്യുക പതിവായിരുന്നു.
അപ്പൊ നോക്കുക, ഈ കുഞ്ഞുങ്ങള് എങ്ങനെയുള്ളവരാണ്? സന്തോഷത്തോടെ ജീവിക്കുന്നവരാണ്. മഹാസമ്പന്നനായ പിതാവിന്റെ മക്കളാണ്. അപ്പോൾ അതിനെ എല്ലാ പ്രൗഢിയോടും കൂടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണ് ആര്? ഇയ്യോബിന്റെ മക്കൾ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിൽ വലിയ ഡിന്നർ പാർട്ടിയൊക്കെ നടത്തും. അവരുടെ ആഹാരമൊക്കെ കഴിച്ച് എന്ത് ചെയ്യും? സന്തോഷത്തോടു കൂടെ ജീവിക്കും. ആ സമയം എന്ത് ചെയ്യും? അവരുടെ സഹോദരിമാരെ എന്ന് പറഞ്ഞാൽ നല്ല ഒത്തൊരുമയുള്ള, സഹോദരങ്ങളെ സ്നേഹിക്കുന്ന സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് ജീവിക്കുന്നവരാണ്. ഒരു പ്രയാസവും ഒരു പിണക്കവും അവർ തമ്മിലില്ല. അവരെല്ലാവരും ചേർന്ന് ഒരുമിച്ച് എന്ത് ചെയ്യും? സന്തോഷിക്കുന്ന ഒരു സ്വഭാവമുള്ള കുടുംബമായിരുന്നു. 5-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ. എന്നാൽ ഈ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ തന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി എന്ത് ചെയ്യും? ശുദ്ധീകരിക്കുന്ന ഒരു സ്വഭാവം കൂടെ ഇവരുണ്ടായിരുന്നു. നമുക്ക് ഇക്കാലത്ത് ധാരാളം ആളുകൾ കാണാൻ കഴിയാത്ത സ്വഭാവ ഗുണങ്ങളായിരുന്നു. മഹാസമ്പന്നം ധാരാളം ബിസിനസ്സുകാരികളെ നോക്കാൻ ഉണ്ടായിട്ടും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ മക്കളെ വിളിച്ചിട്ട് എന്ത് ചെയ്യും? അവരെ ശുദ്ധീകരിക്കുന്ന ഒരു സ്വഭാവം കൂടെ ഇവരുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? എന്റെ മക്കൾ ആരെങ്കിലും ഏതെങ്കിലും തെറ്റുകൾ അവർക്ക് വന്നു പോയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യും? അതിന് പരിഹാരം വരുത്തുന്ന ഒരു നല്ല സ്വഭാവം കൂടെ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ നോക്കുക, നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം എന്ത് ചെയ്യും? ഹോമയാഗങ്ങളെ കഴിക്കും. മക്കൾക്ക് വേണ്ടി ഹോമയാഗങ്ങളെ കഴിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് അർത്ഥം എന്താ അറിയാമോ? ഇവന്റെ വീട്ടില് ഒരു യാഗപീഠം ഉണ്ടായിരുന്നു. നമ്മൾ അബ്രഹാമിനെ പറ്റി പഠിച്ചു വരുമ്പോൾ അബ്രഹാമിയെ പോയ എല്ലാ സ്ഥലങ്ങളും ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അവരൊരു യാഗപീഠം പണിയും എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനാ ജീവിതം ഇവരുണ്ടായിരുന്നു. അബ്രഹാമിനേക്കാൾ ഒരുപാട് മുമ്പ് ജീവിച്ച മനുഷ്യനാണ് ഇയ്യോബ്. ഇയ്യോബിന് എന്തുണ്ടായിരുന്നു? ഒരു യാഗപീഠം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇതിനു വേണ്ടിയാണ് തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വഭാവം. അവരുടെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും നിലയിൽ വഴിവിട്ടു പോയിട്ടുണ്ടോ, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക? അവരുടെ പാപങ്ങൾക്ക് പരിഹാരം പറയേണ്ടതിന് വേണ്ടി ദൈവത്തോട് ഹോമയാഗം കഴിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. അത് വല്ലപ്പോഴുമല്ല, ഇങ്ങനെ ഇയ്യോബ് എന്ത് ചെയ്യും? എല്ലായ്പ്പോഴും ചെയ്യുമായിരുന്നു. ഇതിനേക്കാൾ നല്ല മനുഷ്യൻ നിങ്ങൾ ജീവിതത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടോ കണ്ടിട്ടുണ്ടോ? അത്രമാത്രം സമ്പന്നൻ, എല്ലാം കൊണ്ടും ഒത്തൊരുമിച്ച് എന്താണ് ഒത്തിണങ്ങിയ ഒരു മനുഷ്യൻ. ഭൗതിക കാര്യങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവൻ, തന്റെ കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത്, തന്റെ ആത്മീയ ജീവിതം എന്താണ്? അത് അതിനേക്കാളും ശ്രേഷ്ഠമായ ജീവിതം ഇല്ലേ? നല്ല ഒരു മാതൃകാ പുരുഷൻ, ദൈവം പ്രസാദിക്കുന്ന ഒരു മനുഷ്യൻ. ഇനി താഴോട്ട് വന്നാട്ടെ. 6-ാമത്തെ വാക്യത്തോട്ട് വരുമ്പോൾ ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ ആരും ചെന്നു? നമുക്ക് ദൈവപുത്രന്മാർ സ്വർഗത്തിൽ ഒരു മീറ്റിംഗ്. നമ്മൾ ഈ 6-ാമത്തേതോട്ട് വരുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ളത് മാറിയിട്ട് എന്ത് ചെയ്യുകയാണ്? ഇത് സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. സ്വർഗത്തിലൊരു ചെറിയ മീറ്റിംഗ്. യഹോവയുടെ സന്നിധിയിൽ ആര് ചെന്നു? ദൈവപുത്രന്മാർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൂതന്മാരാണ്, ഏഞ്ചൽസ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ദൈവ സന്നിധിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്കറിയാം, മേ ബി ഒരു കൂടിയാലോചനയോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ പറ്റി ദൈവത്തെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയോ ഏതൊരു ആലോചന മീറ്റിംഗോ എന്തെങ്കിലും ആയിരിക്കും ഇത്. അപ്പോൾ ആ കൂട്ടത്തിൽ ആരും ചെന്നു? സാത്താനും ചെന്ന് ആ കൂട്ടത്തിൽ കയറി. ചിന്തിക്കണേ, സ്വർഗത്തിൽ സാത്താനുണ്ടോ? സ്വർഗത്തിൽ സാത്താന് പോകാൻ പറ്റുന്നു? ദൂതന്മാരും ദൈവവും തമ്മിൽ വട്ടമേശ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കൂടുതൽ സാത്താനും കൂടെ ചെന്ന് കയറി. സാത്താൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? അക്യൂസർ, കുറ്റം ചുമത്തുന്നവരെന്ന് അവന്റെ അർത്ഥം. നമ്മൾ വായിക്കുന്നുണ്ട്, സ്വർഗത്തിൽ 2-3 കാര്യങ്ങൾ എപ്പോഴും നടക്കുന്നുണ്ട്. എപ്പോഴും ആരാധനയും സ്തുതിയും സ്തോത്രങ്ങളും സ്വർഗത്തിലുണ്ട് കേട്ടോ, ദൈവത്തിന്റെ സന്നിധി ആയതുകൊണ്ട്. അതേസമയം തന്നെ സ്വർഗത്തിൽ ആരുമുണ്ട്? ഒരു പിശാചുമുണ്ട്, ഒരു സാത്താനും സ്വർഗത്തിലുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ സന്നിധിയിൽ സാത്താൻ. ഈ സാത്താൻ പണ്ട് ആരായിരുന്നെന്ന് അറിയാമോ? ഇവരും ഒരു ദൈവപുത്രനായിരുന്നു. ഈ ദൂതന്മാരുടെ മഹിമയും എല്ലാം ഉണ്ടായിരുന്ന ഒരു ദൂതനായിരുന്നു ഇവൻ. ഒരിക്കലും ദൈവത്തോട് പാപം ചെയ്തു, ദൈവവുമായിട്ട് മത്സരിച്ചു കഴിഞ്ഞപ്പോൾ എന്തെന്നറിയാമോ? ദൈവം ഇവരെ തട്ടി പുറത്താക്കി. അങ്ങനെയാണ് സാത്താൻ ഉണ്ടായി വരുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് തെളിവുണ്ട് കേട്ടോ. അവരിപ്പോൾ എന്ത് ചെയ്യുകയാണ്? സ്വർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്തുവാണെന്ന് അറിയാമോ?
വലിയ കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും തെറ്റ് ചെയ്യുമ്പോൾ